നീ കണ്ട? ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ തന്നെ. ബോച്ചയുടെ RTO, ഐ മീൻ ബോച്ച ഹോംസിന്റെ RTO എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി കൊള്ളാം. എങ്ങനെയുള്ളവർക്ക് സിബിലില്ല, ലോൺ സിബിലില്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലോണ് അടയ്ക്കാതിരിക്കുക, കിട്ടുക, സെറ്റിൽമെന്റ് എടുക്കുക, അങ്ങനെയുള്ളവരാവില്ലേ. അപ്പോൾ അവർക്കത് അടിപൊളി പരിപാടിയാണ്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് വെച്ചാൽ നിനക്കറിയോ, നമ്മളിപ്പോൾ ലോൺ എടുത്തിട്ടാണ് വീട് കെട്ടണത് വയ്ക്കുക. അപ്പോൾ ഒരു 100 മാസത്തേക്ക് ലോൺ എടുത്തു. ആ ലോൺ എടുത്ത് നമ്മൾ വീട് വെച്ചു, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വീട് പർച്ചേസ് ചെയ്തു വിചാരിക്കുക. റെഡി ടു മൂവ് പർച്ചേസ് ചെയ്തു 30 ലക്ഷം രൂപയുടെ. അത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണോ, മാസം EMI അടയ്ക്കുന്നു. നമ്മളിപ്പോൾ ഒരു 50 മാസം EMI അടച്ചു, അല്ലെങ്കിൽ പോട്ടെ ഒരു പകുതി പ്രിൻസിപ്പൽ എമൗണ്ട് എത്തണ വരെയുള്ള EMI അടച്ചു. അത് 50 അല്ലെങ്കിൽ 60 മാസമൊക്കെ വേണ്ടി വരുന്നുണ്ട്. 5 കൊല്ലം EMI അടച്ചു. ബാലൻസ് ഉള്ള 40 മാസം നമുക്ക് എന്തോ കാരണം കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല എന്നിരിക്കാം. ഈ ലോൺ എടുത്തിട്ടുള്ള ഫാമിലിക്ക് എന്തുണ്ടാവുക? അത് ലോണിൻ്റെ ജപ്തി വരും, സെറ്റിൽമെൻറ്റ് വരും, അത് വിൽക്കും. അത് വിറ്റ് കിട്ടുന്ന കാശിൽ ബാങ്കിൻ്റെ ബാധ്യത കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആ വീട്ടുകാർക്ക് കിട്ടും. പക്ഷേ ബോച്ച ഹോംസിൻ്റെ RTOയിൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫുള്ള് നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ നീ. അല്ലെങ്കിൽ നിനക്കറിയില്ലെങ്കിൽ നീ ആരുടെയും ചോദിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. 50 മാസം അടച്ച് 51ാമത്തെ മാസം അടയ്ക്കാൻ പറ്റിയില്ല. 51ാമത്തെ മാസം മുതൽ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 50 മാസം വരെ അടച്ച പൈസ ആ വീടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് പോയി. ഇപ്പം ചിലർ ചോദിക്കും, എന്താ പറയുക, റെൻറ്റ് താമസിക്കുന്നവരെല്ലാം അങ്ങനെ ചെയ്യണുള്ളൂ, അല്ലാണ്ട് വീടുള്ളവരത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. നോർമലി ഒരു 30 ലക്ഷത്തിൻ്റെ വീട്, 30 ലക്ഷത്തിൻ്റെ വീടിന് മാക്സിമം നമ്മൾ എത്ര റെൻറ്റ് കൊടുക്കേണ്ടി വരും? ലൈക്ക് ഇപ്പോൾ തൃശ്ശൂർ അങ്ങാടിയിൽ വേണ്ട, തൃശ്ശൂർ ടൗൺ കിട്ടോ, നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് പുറത്തേക്ക് കിടന്നു ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 30 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടാണെങ്കിൽ ഒന്നുകൂടി ചെറുതാവും, ഫ്ലാറ്റാണെന്ന് കൂട്ടിക്കോ, ഒരു 1 BHK ഫ്ലാറ്റ് കിട്ടുമായിരിക്കും 30, അല്ലെങ്കിൽ 2 BHK മാക്സിമം. അതിന് നമ്മൾ മാക്സിമം റെൻറ്റ് കൊടുക്കേണ്ടത് എത്രയാണ്? 10 അല്ലെങ്കിൽ 15. അപ്പോൾ മനസ്സിലായല്ലോ, 15 രൂപ കൊടുത്താൽ മതി. ഇത് റെൻറ്റ് ടു ഹോം ആകുമ്പോൾ 30 ലക്ഷത്തിൻ്റെ 100 മാസത്തെ സ്കീമാണെങ്കിൽ ഈ സംഭവം എന്താക്കും? 30,000 കൊടുക്കണം, അതായത് ഇരട്ടി പൈസ കൊടുക്കണം. ആ കൊടുക്കുന്ന റെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി, അതായത് 15 റെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി 15 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നമ്മുടെ പേരിലേക്ക് മാറും എന്നുള്ളത് കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു സാധാരണക്കാരന് പറ്റില്ല. 30,000 റുപ്യക്ക് റെൻറ്റ് കൊടുക്കണമെങ്കിൽ മിനിമം 35,000 സാലറി വേണ്ട ഒരാൾക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5,000 റുപ്യ വീട്ടു ചിലവിന് വേണ്ടേ? അത് പറ്റില്ല. പിന്നെ പെട്രോൾ എന്ന് പറയുമ്പോൾ ഒരു 15,000 റുപ്യെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. 45,000 രൂപ സാലറി വാങ്ങിക്കുന്ന ആൾ സാധാരണക്കാരൻ എന്ന് പറയുന്നത് ഡെയിലി 1,000 രൂപ 1,500 രൂപ വേണം 30 ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ. അറിയില്ല അതെന്താ സാധാരണക്കാരെന്ന് പറയുന്നിട്ടാ. അപ്പോൾ അത്രയും കാലം അടച്ചത് ഒരു 50 മാസം അടച്ചിട്ട് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും കാലം അടച്ച എക്സ്ട്രാ 15 ഗോവിന്ദ. അല്ല, ബോച്ചയില് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളടച്ച് നിങ്ങളുടെ സാഹചര്യം മൂലം ഇപ്പോൾ എന്തെങ്കിലും പെർമനൻറ്റ് ഡിസീസ് വന്നു, അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ട്, അപ്പോൾ ഇത്ര രൂപ വരെ നിങ്ങൾക്കത്
റിട്ടേൺ ചെയ്യുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെവി പ്രൊജക്റ്റാണ്. അങ്ങനെയൊന്നും പറയണതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞാൽ തെറ്റിണെങ്കിൽ നീ തിരുത്തിക്കോളാട്ടാ. അല്ലാതെ എന്താ പറയുക, അവൻ പറഞ്ഞു അതങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്നല്ല. ഞാൻ മനുഷ്യനാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം എന്നാണ് നീ പറഞ്ഞത്. ഓക്കെ.